ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ എന്താന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു മരം ഉണ്ടല്ലോ എങ്ങനെയുണ്ട് കാണാനായിട്ട്? നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? അപ്പോൾ ഈ മരത്തിൻ്റെ പേരെന്താണെന്ന് അറിയുന്നവർ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ, അതായത് റോസ് പ്രേമികൾക്ക് വേണ്ടിയുള്ള നല്ലൊരു ഒന്നൊന്നാന്തരം വീഡിയോ ആണ്. അതായത് നമ്മുടെ കയ്യിലുള്ള റോസ് ഇങ്ങനെ എന്താ പറയുക, വക്ക പോലെ നമുക്ക് നിറഞ്ഞു പോക്കണം. അപ്പം അതുപോലെ പൂക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് എന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പം നല്ലൊരു ടിപ്പാണ്. അപ്പോൾ അതായത് ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നഷ്ടമാകും കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ വീഡിയോ മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ എന്താണെന്ന് കാണാം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മളെല്ലാവരും റോസ് ചെടി ഭ്രാന്ത് പിടിച്ച പോലെ പൂക്കുമെന്ന് നമ്മളിങ്ങനെ പറയാറുണ്ടല്ലേ. ഇത് കണ്ടോ, അതാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് നോക്കി, ഒരു കൊലയിൽ ഇങ്ങനെ ബൊക്ക പോലെയാണ് കേട്ടോ നമ്മുടെ റോസ് ചെടി ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത്. എന്തൊരു ഭംഗിയാണെന്നറിയാം കാണാനായിട്ട്. നിറച്ച് മൊട്ടുകളുമായിട്ടാണ് നിൽക്കുന്നത്. കണ്ടോ, ഇത് നല്ലൊരു ക്ലൈമ്പിംഗ് റോസാണ് കേട്ടോ. അതായത് നമ്മുടെ ബൊഗേൺവില്ലയൊക്കെ എങ്ങനെയാണോ പൂത്ത് നിൽക്കുന്നത് അതുമാതിരിയാണ് കേട്ടോ നമ്മുടെ റോസ് ചെടി നിറഞ്ഞു പൂത്ത് നിൽക്കുന്നത്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? ഇപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ റോസ് ഇതുപോലെ ഇങ്ങനെ വല്ലാണ്ട് അങ്ങോട്ട് പടർന്നിട്ട് ഇതുപോലെ കുറേ പൂക്കൾ തന്നിട്ട് ഇങ്ങനെ മുട്ടുകളൊക്കെ കരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത് കൊടുക്കേണ്ടത് ഇതുപോലെ മുട്ടുകളെയൊക്കെ നമ്മൾ അങ്ങോട്ട് നല്ലോണം കട്ട് ചെയ്ത് കൊടുക്കണം. അതുമാത്രമല്ല, നമുക്ക് നമ്മുടെ ചെടീനെ ഉണ്ടല്ലോ ബുഷിയാക്കി നിർത്താനാണ് ഇഷ്ടമെങ്കിൽ നമ്മൾ ഓരോ പൂ കഴിയുന്നതിനനുസരിച്ചിട്ടും ചെടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ബുഷിയായിട്ട് വരും കേട്ടോ. അല്ല നമുക്കിങ്ങനെ പടർന്ന് കയറ്റി വിടാനാണ് നമുക്കിഷ്ടമെങ്കിൽ ഇതുപോലെ നമ്മളിങ്ങനെ എന്തെങ്കിലും ചെറിയ വള്ളിയോ എന്തെങ്കിലും കെട്ടിക്കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കയറ്റി വിടുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ പൂവുണ്ടാവും കേട്ടോ. ഈ ചെടി ഞാൻ നട്ടേക്കണത് നിലത്താണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ എന്തോരം മുട്ടുകളാണ്. ഇത് കണ്ടോ, ഒരു പൂവിങ്ങനെ കഴിഞ്ഞ് ഇത് ഏകദേശം കണ്ടോ ഇതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഒക്കെ ചെറിയ രീതിയിൽ നഷ്ടപ്പെടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പൂ കഴിയുമ്പോഴേക്കും അടുത്തത് ഇത് കണ്ടോ ഇങ്ങനെ നിറച്ച് മുട്ടുകളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ചെടിയിൽ അതായത് ഒരു പൂ കഴിയുമ്പോഴേക്കും അടുത്ത മുട്ടുകളിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കണ്ടേ. അപ്പോൾ അതിന് ചെയ്ത് കൊടുക്കുന്ന വളമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇതുപോലത്തെ റോസ് ഉണ്ടല്ലോ, അപ്പോൾ ഈ റോസിനെ ഞാൻ ഇന്ന് ഇങ്ങനെ പടർത്തി വിടാനായിട്ട് ശ്രമിക്കുന്നില്ല കേട്ടോ. ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റിലെ നമ്മൾ ചെയ്യുന്നത് റോസിനെ നമ്മൾ ആദ്യം ഒന്ന് പ്രൂൺ ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ ഏകദേശം ഞാൻ ഈ റോസിനെ ഒന്ന് കുറ്റിയാക്കി നിർത്താൻ പോവാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുകയാണേ. നല്ലോണം ഹൈറ്റ് കുറച്ച് തന്നെ ഞാൻ കട്ട് ചെയ്യണേ. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴല്ലോ പുതിയ തളിർപ്പുകൾ ഇഷ്ടം പോലെ വരും കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കൊടുക്കാതിരുന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ തളിർപ്പ് വരില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ റോസിൻ്റെ ഈ മൂട്ട കമ്പും കാര്യങ്ങളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ 2-3 റോസ് നല്ല മുട്ട് വന്നിട്ടുണ്ട് വിരിയാനായിട്ട്. അപ്പോൾ അത് നമ്മൾ നിർത്തിയിട്ടില്ല കേട്ടോ. അതും കൂടെ ഇതിൻ്റെ കൂടുതൽ അങ്ങ് കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് മാത്രം നിർത്തുമ്പോൾ അത് മാത്രം ഇങ്ങനെ നീണ്ടു നിൽക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതും കൂടെ കട്ട് ചെയ്തത്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ, കണ്ടോ? ഇനി അടുത്തതായിട്ടുണ്ടല്ലോ നമ്മുടെ റോസിൻ്റെ ചുവട്ടിലുള്ള കാടും കാര്യങ്ങളൊക്കെ പറിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ റോസിൻ്റെ ചുവട്ടിലുണ്ടല്ലോ ഞാൻ ഇതുപോലെ മുന്നേ ഇങ്ങനെ കുറേ ചകിരി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ചുവട്ടിൽ നല്ലോണം കാടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ജസ്റ്റ് കുറച്ചൊക്കെ പറിച്ച സമയത്ത് ഞാൻ ആ ചകിരിയും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചകിരിയോ ചിരട്ടയൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശമുണ്ട് കേട്ടോ. അതും കൂടി എന്താണെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചോടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇതിന് ശേഷം ഈ ചകിരിയൊക്കെ ഇങ്ങോട്ട് മാറിയിരിക്കട്ടെ. അങ്ങനെ നമ്മുടെ റോസിൻ്റെ പ്രൂണിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ പരിചയപ്പെടുന്ന വളമുണ്ടല്ലോ, അപ്പോൾ ഇത് ഞാൻ എൻ്റെ ചെടികൾക്ക് കൊടുത്തപ്പം അത്രയ്ക്കും നല്ലൊരു റിസൾട്ട് കിട്ടിയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരാണ് ഗ്രീൻ ഗോൾഡ്. കാണാമെന്ന് വിചാരിക്കുന്ന ഗ്രീൻ ഗോൾഡ്. ഇതുണ്ടല്ലോ നമ്മുടെ ചെടികൾക്ക് കൊടുക്കേണ്ട ഒരു ഫുഡാണ്. ഇതാ കംപ്ലീറ്റ് പ്ലാന്റ് ഫുഡ്. കാണാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. കണ്ടോ, അതായത് ഇത് മൈക്രോ ന്യൂട്രിയൻസ് ആണ് കേട്ടോ. നമ്മുടെ ചെടികൾക്കുണ്ടല്ലോ നമ്മൾ ഓരോന്നും കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഗുണം മാത്രമാണ് നമ്മുടെ ചെടികൾ കിട്ടുള്ളൂ. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വളം നമ്മുടെ ചെടികൾക്ക് കൊടുക്കുമ്പോൾ അതിന് വേണ്ട എല്ലാ ന്യൂട്രിയൻസും ഈ വളത്തിലുള്ളത് കൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നും അങ്ങനെ സ്പെഷ്യലായിട്ട് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ അതാണ് ഈ ഒരു വളം കേട്ടോ. അപ്പോൾ ഇതിന് എങ്ങനെയാണ് നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്നത് ആ രീതിയും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാവേ.
അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വളം വിൽക്കുന്ന ഷോപ്പിലൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. ഇതിന് വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ, ചെറിയ റേറ്റുകൾ, ഫുൾ ഓർഗാനിക്കാണ്. അപ്പം അത് ഞാൻ ആദ്യം പറയേണ്ടതായിരുന്നു, വിട്ടുപോയി. അപ്പോൾ ഇത് 1 കിലോയ്ക്ക് 80 രൂപ റേറ്റാണ് കേട്ടോ വരുന്നുള്ളൂ കേട്ടോ. അത്യാവശ്യം അത്രയ്ക്ക് നല്ല റിസൾട്ട് ആയതുകൊണ്ട് നിങ്ങൾ കാണുന്നില്ലേ, കാണിച്ചു തന്നില്ലേ ഞാൻ പൂക്കൾ അങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം ഞാൻ ഉപയോഗിച്ചത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നമ്മുടെ ചെടികൾക്ക് എങ്ങനെയാണ് ഇടുന്നതെന്ന് കാണാം. അപ്പോൾ ഞാൻ ഈ ഒരു വളത്തിനെ ഉണ്ടല്ലോ ഇത്രമാത്രം അങ്ങ് പുകഴ്ത്തുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതുപോലെ പ്രൊമോഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെയൊന്നും അല്ല കേട്ടോ. അതായത് നമ്മുടെ ചെടികൾക്ക് നമ്മൾ ഇതുപോലെ പലതരത്തിലുള്ള വളങ്ങൾ വാങ്ങി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് ഏതിൽ നിന്നാണോ കൂടുതൽ നല്ല റിസൾട്ട് കിട്ടുന്നത് അത് പിന്നെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഉണ്ടല്ലോ നമുക്ക് കുറച്ച് ഇതുപോലത്തെ ചിരട്ടേൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതെന്തിനാണെന്ന് നമുക്ക് കാണാം കേട്ടോ. നമ്മുടെ ഈ റോസിൻ്റെ ചുവടുണ്ടല്ലോ നമുക്ക് നല്ലോണം ഒന്ന് വകഞ്ഞ് കൊടുക്കണം. തീരെ ചുവട് ചേർത്ത് വകയരുത് കേട്ടോ, ഒരിച്ചിരി വിട്ട് തന്നെ എടുക്കണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വകഞ്ഞ് നല്ലോണം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതുണ്ടല്ലോ ഈ റോസിൻ്റെ ചുവട് നമുക്ക് ഇച്ചിരി ആഴത്തിൽ ഒരു 3 സ്ഥലത്തായിട്ട് കുഴി എടുക്കണം കേട്ടോ. കുറച്ച് ഇതുപോലെ കുറച്ച് താഴ്ത്തി എടുക്കണം. അപ്പോൾ ഇനി നമ്മുടെ വളം എങ്ങനെയാണ് ചെടികൾക്ക് കൊടുക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഓർഗാനിക് ആയതുകൊണ്ട് നമ്മുടെ വളം കുറച്ച് നമ്മുടെ ചെടികൾക്ക് കൂടുതലായാലും ചെടികൾ നാശമായി പോകുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഒരു ചിരട്ട എടുക്കുന്നുണ്ട്. കണ്ടോ, ഇതിന് നല്ലോണം മഞ്ഞളൊക്കെ നല്ലോണം അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതാ മഞ്ഞൾ നല്ല മഞ്ഞ കളറിലാണ് ഈ ഒരു വളം ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഒരു ചിരട്ട വളം ഉണ്ടല്ലോ, ഞാൻ ഒരു ചിരട്ട വളം എടുക്കുന്നുണ്ട്. നമ്മളൊരു ഈ കുഴിയിലേക്ക് ഇത് അതായത് 3 ഭാഗിച്ചിട്ട് ഈ 3 കുഴിയിലുമായിട്ട് ഇട്ട് കൊടുക്കണേ. ഓക്കെ, ഇനി നമ്മൾ എന്താക്കണം, മൂടി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ 3 കുഴി കുഴിച്ച് നമ്മൾ ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഓരോ ഭാഗത്തേക്ക് പോകുന്ന റൂട്ടും ഉണ്ട്. അപ്പോൾ അത് ഓരോ റൂട്ടുകളും അതിൻ്റെ എല്ലാ ഭാഗത്തു നിന്ന് ഈ വളങ്ങൾ പെട്ടെന്ന് വലിച്ചെടുക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കുഴിച്ചിട്ട് ഇട്ട് കൊടുത്തത്. അതായത് നമ്മുടെ ഈ റോസിൻ്റെയൊക്കെ റൂട്ട് എന്ന് പറഞ്ഞാൽ നല്ല ആഴത്തിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചോടൊന്ന് വകഞ്ഞിട്ട് കൊടുത്താൽ അത് പെട്ടെന്ന് അങ്ങ് താഴേക്ക് ഇറങ്ങില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുത്തത്. അപ്പോൾ അങ്ങനെ വളം ഇട്ട് കൊടുത്തിട്ട് മൂടി കൊടുത്തു കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ചിരട്ടേൻ്റെ പരിപാടി ഇത് കണ്ടോ, ഇതുപോലെ ഞാൻ ചിരട്ട എടുത്തേക്കണത്. ഇനി നമ്മളുണ്ടല്ലോ ഈ ഇട്ട് കൊടുത്തേക്കണ വളങ്ങൾ ഒരു കാരണവശാലും നമ്മൾ നനച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഒഴുകി പോകരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് റോസിൻ്റെ ചുറ്റും ഇതുപോലെ ഇങ്ങനെ ഒരു തടം പോലെ വെച്ച് കൊടുക്കണം കേട്ടോ. ഇതുപോലെ 2 or 3 ചിരട്ട വെച്ചിട്ട് ഇങ്ങനെ ഹൈറ്റിൽ ചെറിയൊരു തടം പോലെ ആക്കി കൊടുക്കണം കണ്ടോ. അപ്പോൾ നമ്മുടെ റോസിൻ്റെ ചുവട് നല്ല ചിരട്ടയൊക്കെ വെച്ച് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളുണ്ടല്ലോ ഇങ്ങനെ നനച്ച് കൊടുക്കുന്ന സമയത്ത് ഇതൊന്ന് ജസ്റ്റ് ഈ മണ്ണ് വെച്ചിട്ട് വെറുതെ ഒന്നിങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതവിടെ ഒതുങ്ങി ഇരുന്നുള്ളൂ കേട്ടോ, ഇളകി പോകുമൊന്നുമില്ല. ഓക്കെ, ഇനി നമ്മൾ നനച്ച് കൊടുക്കുമ്പോണ്ടല്ലോ നമ്മൾ നനയ്ക്കുന്ന വെള്ളം ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് തങ്ങി നിന്നിട്ട് വെള്ളം താഴോട്ട് സാവകാശം ഇറങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ റോസിനെയൊക്കെ എല്ലാവരും ചെയ്ത് നോക്കണേ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഉണ്ടല്ലോ ആദ്യം ഞാൻ വെച്ചുകൊണ്ടിരുന്നത് ഇങ്ങനത്തെ ചകിരിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ചകിരി എടുത്ത് മാറ്റിയിട്ട് ഇപ്പോൾ നമ്മൾ ചിരട്ടയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം പ്രൂണിങ് ഒക്കെ കഴിഞ്ഞ് നിർത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലുണ്ടല്ലോ നിറച്ച് ബ്രാഞ്ചസ് വന്നിട്ട് നിറച്ച് പൂക്കളായിട്ട് വരുന്ന വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പം ഇതുപോലെയൊക്കെ ഉണ്ടല്ലോ ഏകദേശം എല്ലാവർക്കും മഴയൊക്കെ പെയ്തില്ലേ. അപ്പോൾ മഴയൊക്കെ പെയ്തപ്പം നമ്മുടെ ചെടികൾ ഇനി നമ്മൾ എന്ത് വളം കൊടുക്കുന്നോ അത് പെട്ടെന്ന് നമ്മുടെ മണ്ണുമായിട്ട് ലയിച്ച് ചേർന്ന് ചെടികൾ പെട്ടെന്ന് എടുത്തോളൂ കേട്ടോ. അപ്പോൾ എൻ്റെ മറ്റുള്ള റോസ് ചെടിക്കൊക്കെ ഞാൻ ഈ ഒരു വളപ്രയോഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ റോസിൻ്റെ ചുവടൊക്കെ നമുക്കൊന്ന് നനച്ച് കൊടുക്കാം കേട്ടോ. അത് അടിപൊളിയായിട്ട് കണ്ടോ, വെള്ളം കണ്ടോ എങ്ങോട്ടും ഒഴുകി പോകാതെ കറക്റ്റ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ തങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും റോസിന് നല്ലോണം നനവ് ചെല്ലണേ. ഇതുണ്ടല്ലോ നമ്മുടെ ഗോൾഡൻ ഡാലിയയിൽ പൂവിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് എല്ലാത്തിലും ഇങ്ങനെ പൂവായി വരുമായിരുന്നേ. പക്ഷേ ഇന്നലെ നല്ലൊരു കാറ്റും മഴയൊക്കെ പെയ്തപ്പം പൂവെല്ലാം ഇങ്ങനെ ചെരിഞ്ഞ് വീണിട്ടുണ്ടോ ഒക്കെ വാടി നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് നന്നായി വരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. ബൈ.